4 മണിക്കുള്ള മിന്നൽ സമരക്കാരെ പേടിച്ച് മാർത്തട്ടിൽ പിതാവ് രാജ്കോട്ടിലേക്ക് ഒളിച്ചോടി എന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പം കിട്ടിയിരിക്കുന്ന ന്യൂസ്. ആരാണ് സത്യത്തിൽ പേടിക്കുന്നത്? തെറ്റ് ചെയ്യുന്നവനാണ്, അല്ലെങ്കിൽ തൻ്റെ കഴിവുകേട് മറ്റുള്ളവരാൽ പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ള ഭയത്താലാണ് ഇദ്ദേഹം ഓടുന്നത്. ഈ മരത്തിൽ നിന്ന് ആ മരത്തിലേക്ക് ഇങ്ങനെ ചാഞ്ചാടി എത്ര നാൾ ഈ സഭയെ എങ്ങുമല്ലാത്ത തൃശങ്ക് സ്വർഗത്തിൽ നിർത്തും? ഇതിനൊരു വിരാമം ഇട്ടില്ലെങ്കിൽ സിനാഡ് പിതാക്കന്മാരും പ്രത്യേകിച്ച് മാർ പാംപ്ലാനി മാർത്തട്ടിൽ പിതാവിൻ്റെ കൂട്ടുകെട്ടും വളരെ ഒരു സഭയെ നശിപ്പിക്കുന്ന തലത്തിലേക്കുള്ള പോക്കാണ് സഭയെ കൊണ്ട് ചെന്നെത്തിക്കുന്നത്. ഇതിൽ വിശ്വാസികൾ എല്ലാവരും അമർഷം പൂണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇതിനോട് ശക്തമായ എതിർപ്പുമുണ്ട്. നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? വിമതരെയാണോ അതോ സമ്മതരെയാണോ അതോ വിശ്വാസികളെയാണോ നിങ്ങൾ ഭയപ്പെടുന്നത്? ഈ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക. എനിക്കിത്രേ പറയാനുള്ളൂ. ഇടയേന്ദ്രത്തെ പിതാവ് അടക്കം, നിങ്ങളടക്കം, ഈ 9 പിതാക്കന്മാർ, നവരത്നങ്ങളടക്കം നിങ്ങൾ ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി കർത്താവെ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കാൻ ഞങ്ങൾക്ക് കെൽപ്പില്ല, വലിയ പാതകമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. കാരണം ഈ എളിയവരിൽ ആർക്കെങ്കിലും ഇടർച്ചയുണ്ടാക്കിയാൽ തിരികല്ല് കെട്ടിയിട്ട് കടലിൽ പോയി ചാടാനാണ് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ കടലിൽ പോയി ചാടാനുള്ള ശക്തി പോലും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പിന്മാറുകയാണ് എന്ന് പറഞ്ഞിട്ട് ഈ എല്ലാ കൊല്ലവും ഓരോ പിതാക്കന്മാരെ പ്രസവിപ്പിക്കുന്ന ഈ ഒരു സിനഡിൻ്റെ തീരുമാനങ്ങൾ നിർത്തിവെച്ചിട്ട് നിങ്ങൾ ഇനി പുതിയ പിതാക്കന്മാരെ പ്രസവിപ്പിക്കണ്ട, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഉള്ള പിതാക്കന്മാരിൽ തൻ്റെ ഇടത്തോടെ, വിശുദ്ധിയോടെ, ആത്മാർത്ഥതയോടെ, വിശുദ്ധവും അശുദ്ധവും തിരിച്ചറിയാവുന്ന പിതാക്കന്മാർ മാത്രമായിട്ട് ഒരു 10-20 പേരായിട്ട് ഈ സഭയെ നയിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരിക. തീർത്തും മാർപ്പാപ്പയുടെ കീഴെ മാർപ്പാപ്പ പറയുന്നതനുസരിച്ച് കത്തോലിക്ക സഭ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നിങ്ങൾ സഭയെ നയിക്കുക. അല്ലാതെ ഈ എല്ലാ കൊല്ലവും പ്രസവിക്കുന്ന 69 പിതാക്കന്മാരുടെ ഈ കൂട്ടുകെട്ട് ഒട്ടും തന്നെ ഗുണമല്ല. നിങ്ങൾക്കുള്ളിൽ അറിയാലോ ആരാണ് വിശുദ്ധരെന്നും ആരാണ് പൈസയുടെ ബലത്തിൽ പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തിയിട്ട് പിതാക്കന്മാരായെന്നും. അവരെല്ലാവരും എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ പിഴ പറഞ്ഞിട്ട് പുറകോട്ട് മാറുക. അതാണ് നിങ്ങളുടെ ഈ ചുമന്ന അരപ്പട്ടയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല ഞങ്ങൾ വിശ്വാസികൾ. കാരണം നിങ്ങളുടെ ചെയ്തികളുകൊണ്ട് തന്നെ. അതുകൊണ്ട് അത് മാറ്റിവെച്ച് ഇനിയെങ്കിലും സീറോ മലബാർ സഭയെ രക്ഷിക്കാൻ 20 മാക്സിമം 25 പിതാക്കന്മാർ മതി. അതിൻ്റെ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ പോട്ടെ 35 പിതാക്കന്മാർ, അതിൻ്റെ അപ്പുറത്തേക്ക് വേണ്ട. ഈ പിതാക്കന്മാരെ പ്രസവിക്കുന്ന സിനഡിനെ ഞങ്ങൾ തീർത്തും ഖണ്ഡിക്കുകയാണ്. ഞങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു വയോധികനായിട്ടുള്ള ഒരു അച്ഛനെ പരിശുദ്ധ ബലിയുടെ ഇടയ്ക്ക് വെച്ച് വിമതന്മാർ, വേട്ടാളന്മാർ വന്ന് ആക്രമിച്ചിട്ട് വായ തുറക്കാൻ സാധിക്കാത്ത സിനഡിൻ്റെ ഓരോ പിതാക്കന്മാരെയും ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ്. അതുകൂടാതെ ഇത് നയിക്കുന്ന പാംപ്ലാനി പിതാവിനെയും തട്ടിൽ പിതാവിനെയും പൂർണ്ണമായിട്ട് ഞങ്ങൾ രാജിവെച്ച് പോകണമെന്ന് ഞങ്ങൾ വിശ്വാസികൾ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സീറോ മലബാർ സഭയോട് ഒരു ചെറിയ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒരു 25-35 മാക്സിമം, ഇപ്പം ഇനി 35 രൂപയുള്ളതുകൊണ്ട് 35 ഏറ്റവും വിശുദ്ധരായിട്ടുള്ളവർ മാത്രം സ്വയം വന്ന് ഏറ്റെടുക്കട്ടെ. അല്ലാതെ തിരഞ്ഞെടുക്കുന്നവർ എനിക്ക് പറ്റൂല എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകാതെ സ്വയമായിട്ട് ഏറ്റെടുത്ത് സിനഡിലുള്ള ഒരു 35 പേര് മാക്സിമം, 35 വേണ്ട, അങ്ങനെ വിശുദ്ധരായിട്ടുള്ള പിതാക്കന്മാർ മാത്രം നയിക്കുന്ന ഒരു സിനഡായി ഇതിന് ശക്തമായ തീരുമാനങ്ങൾ എടുക്കട്ടെ. ഇതിപ്പോൾ നിങ്ങൾ സാത്താനെ പേടിച്ച്, സാത്താനെ ഉള്ളിൽ ഹൃദയത്തിൽ വെച്ച്, മറ്റേ 1 പത്രോസ് 3:15 പറഞ്ഞ പോലെ കർത്താവിനെ ഹൃദയത്തിൽ പൂജിക്കുക എന്ന് പറയുന്നതിന് പകരം സാത്താനെ ഹൃദയത്തിൽ വെച്ച് പൂജിച്ചിട്ട് ഇല്ലുമിനാറ്റിയുടെ പൈസയും വെച്ച് നിങ്ങൾ അങ്ങോട്ട് നെകളിക്കുകയാണ് പിതാക്കന്മാരെന്ന് പറഞ്ഞു. ഈ നെകളം അധികം നാൾ നിങ്ങൾ നീണ്ടുപോകാൻ സാധിക്കില്ല. അത് ദൈവം അനുവദിക്കില്ല. അതുകൊണ്ട് സ്വയം രാജിവെച്ച് മാറി നിന്ന് സഭ മുന്നോട്ട് പോകട്ടെ. കാരണം ഞങ്ങളുടെ വിശ്വാസികളുടെ കണ്ണുനീര് നിങ്ങളുടെ മേലുണ്ട്. ഞങ്ങൾക്ക് കൂദാശ കിട്ടാതെ മരിക്കണം, ഞങ്ങളുടെ മക്കൾക്ക് കൂദാശയില്ല. എന്താണ് ഈ സഭ ഇങ്ങനെ പോകുന്നത്? ഒരച്ഛനെ പരിശുദ്ധ ബലിയുടെ ഇടയ്ക്ക് വെച്ച് അടിച്ചിട്ട് ഒരാൾക്ക് വായ തുറന്ന് പറയാനില്ല.
പോലീസുകാരുടെ പക്കവാരിയിൽ ഒടിച്ചിട്ട് ഇവിടുത്തെ നീതി ന്യായവും എല്ലാം നിഷേധിക്കപ്പെട്ട് അത് റൂട്ടിൽ വലിച്ചെറിഞ്ഞിട്ട് നമ്മുടെ സഭാപിതാക്കന്മാർക്ക് അതിന് എതിരെ ഒന്നും ആക്ഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിങ്ങളുടെ കയ്യും കാലും പിശാച് കെട്ടിയിട്ടേക്കാണോ? ഇല്ലുമിനാറ്റിയുടെ പൈസയാണോ നിങ്ങളെ നയിക്കുന്നത്? ഇതുകൊണ്ടാണ് അൾത്താരയിൽ അശുദ്ധമായ ലക്ഷണം കാണുമ്പോൾ ഓർക്കുക, സമയം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് സഭയെ രക്ഷിക്കണമെങ്കിൽ നിങ്ങൾ സ്വയം രാജിവെച്ച് പോവുക.